അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാലിഗ്രാഫി ആയത്തിനെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്നത് A4 സൈസ് ഷീറ്റ് പേപ്പറിലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ 7 സെൻറ്റിമീറ്റർ സ്ക്വയർ എടുക്കുക. സെയിം മെഷർമെൻറ്റ് എടുക്കാൻ ശ്രമിക്കുക. പലർക്കും ഡൗട്ട് ഉണ്ടാകും ഈ സർക്കിളൊക്കെ എന്തിനാണെന്ന്. ഡെമോ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് കാണുമ്പോൾ മനസ്സിലാകുമോ? ഡെമോ പിക്ചർ കണ്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക സംശയങ്ങളൊക്കെ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അള്ളാഹ് വരയ്ക്കാൻ ശ്രമിക്കുക. ആദ്യം തന്നെ മെയിൻ പേപ്പറിൽ വരയ്ക്കാതിരിക്കുക. ജസ്റ്റ് സ്കെച്ച് ചെയ്ത് മാത്രം മെയിൻ പേപ്പറിൽ വരയ്ക്കുക. അപ്പോൾ പെൻസിലൊക്കെ വരയ്ക്കുമ്പോൾ കട്ടിയിൽ വരയ്ക്കാതിരിക്കുക. ജസ്റ്റ് മാത്രം സ്കെച്ചായി വരയ്ക്കുക. നമുക്ക് 3 പാർട്ടായിട്ടാണ് ഉള്ളത്. A, B, C. A എന്ന് പറയുന്നത് അള്ളാഹ് എന്ന് വരയ്ക്കാനും, B സെൻറ്ററിലെ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അതും ബാക്കി മറ്റു പൊസിഷനുമാണ്. അപ്പോൾ സെൻറ്ററിലെ B പൊസിഷൻ കംപ്ലീറ്റ് ചെയ്യുക. B പൊസിഷൻ ശ്രദ്ധിച്ച് മാത്രം വരയ്ക്കുക, ആ സർക്കിളിനുള്ളിൽ വരത്തക്ക വിധം. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ടിയിൽ വരയ്ക്കാതിരിക്കുക, ജസ്റ്റ് മാത്രമേ വരയ്ക്കുക. ഇല്ലെങ്കിൽ പിന്നെ അവസാനം മായ്ക്കാൻ പറ്റില്ല. B പൊസിഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുഴുവനായി ചെയ്യാതെ അക്ഷരങ്ങളൊക്കെ ആദ്യം എഴുതി അതിനുശേഷം മാത്രം 10 ഗസ്റ്ററൊക്കെ ബാക്കി മറ്റുള്ള ചിഹ്നങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. പരമാവധി സർക്കിളിനുള്ളിൽ ആവത്തക്ക വിധം ചെയ്യുക. B പൊസിഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം C പൊസിഷൻ ചെയ്യുക. അതും ശ്രദ്ധിച്ച് തന്നെ ആ സർക്കിൾ ആവത്തക്ക വിധം ചെയ്യുക. പരമാവധി മുഴുവനായി അതിൽ വൃത്തത്തിൽ കൊള്ളണം, അതുകൊണ്ട് ചെറുതാക്കി തന്നെ എഴുതുക. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെറുതാക്കിയും ആ വൃത്തത്തിൽ കൊള്ളുന്നതായും എഴുതുക. ഇല്ലെങ്കിൽ അവസാനം കാണാൻ രസമുണ്ടാകില്ല. പരമാവധി കട്ടി കുറച്ച് തന്നെ എഴുതുക. ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ ഏകദേശം പെൻസിൽ ഡ്രോയിങ് ഫുൾ കംപ്ലീറ്റ് ആകും. പിന്നെ ഇതിനെ ഫുൾ കളർ ചെയ്യുക എന്നതാണ്. കളർ ചെയ്യുമ്പോഴും സ്റ്റെപ്പ് വൈസായി തന്നെ ചെയ്യുക. കളർ ചെയ്യാനായി ഞാൻ ഉപയോഗിക്കുന്നത് ലക്കി 7 ബ്ലാക്ക് മെസ്സിയാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എനിക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിരുന്നത് ഈ പെന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. സ്കെച്ച് പെന്നൊക്കെ കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കുക, അതത്ര പെർഫെക്റ്റ് കിട്ടുകയില്ല. കളർ ചെയ്യുമ്പോൾ അടിയിലൊരു ഷീറ്റ് പേപ്പർ ഒക്കെ നല്ലതാണ്. എല്ലാം കയ്യിലുള്ള മണ്ണുകളൊക്കെ പേപ്പറിൽ പറ്റും. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ സ്റ്റെപ്പ് വൈസ് ചെയ്യുക. A പോർഷൻ കഴിഞ്ഞ് മാത്രം B പോർഷൻ, അങ്ങനെ പിന്നെ C, അതുപോലെ തന്നെ ചെയ്യുക. B പോർഷൻ ശ്രദ്ധിച്ച് തന്നെ കളർ ചെയ്യുക. ആദ്യം അക്ഷരം പിന്നെ ഹർക്കത്ത്, അങ്ങനെ ചെയ്യുക. B പോർഷൻ കഴിഞ്ഞ ശേഷം C പോർഷൻ തുടങ്ങുക. സ്റ്റെപ്പ് വൈസ് തന്നെ ചെയ്യുക, എന്നാലേ പെർഫെക്റ്റും കിട്ടുകയുള്ളൂ. C പോർഷൻ പരമാവധി തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക. C പോർഷൻ കളർ ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കട്ടിയിൽ ചെയ്യാതിരിക്കുക, ജസ്റ്റ് മാത്രമേ ചെയ്യുക. ഇല്ലെങ്കിൽ പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ ശ്രദ്ധിച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് വരച്ചാൽ ഇങ്ങനെ കിട്ടും അവസാന ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് അവസാനത്തെ ലുക്ക് വരിക. എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. കളർ ചെയ്ത് കഴിഞ്ഞ ശേഷം പെൻസിലിൽ ഇതൊക്കെ റബ്ബറിൽ മായ്ക്കുക. മായ്ക്കാൻ നല്ല ചെറിയ റബ്ബറാണ്, വലിയ റബ്ബറിലൊക്കെ മായ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് അവസാന ലുക്ക് വരിക. ആദ്യത്തെ കാലിഗ്രാഫി ഞാൻ ആദ്യം ചെയ്തതാണ്. മറ്റൊരു കാലിഗ്രാഫി ഞാൻ മുമ്പ് തന്നെ ചെയ്തതാണ്. ആദ്യം പഠിക്കുമ്പോൾ ഞാൻ ചെയ്തതാണ്. ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യുക.